ഹലോ വെൽക്കം ടു കിച്ചൺ ഡിലൈറ്റ്സ്. നമ്മൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചില്ലി ഗോബിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണയായിട്ട് ചില്ലി ഗോബി ഉണ്ടാക്കുമ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ പീസസ് എല്ലാം മൈദ കൊണ്ടൊരു കോട്ടിംഗ് ഉണ്ടാക്കി എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കാറ്. നമ്മളിന്ന് ഈ കോട്ടിങ്ങും ഡീപ്പ് ഫ്രൈയും ഒന്നുമില്ലാതെ വളരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ കോളിഫ്ലവറിൻ്റെ പീസസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇടത്തരം കോളിഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് ഈ വെള്ളത്തിൽ ഒരു 10 മിനിറ്റോളം ഇട്ട് വെക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം. ഇപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം മൈദയുടെ പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഗ്രേവി ആക്കുവാണെങ്കിൽ ലാസ്റ്റ് ഒട്ടും തിക്നെസ് ഉണ്ടാവില്ല. ഇനി ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ കോളിഫ്ലവറിൻ്റെ പീസസിലും ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്താൽ മതി. ഇനി ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് നമ്മുടെ കോളിഫ്ലവറിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിന് പകരം കോളിഫ്ലവറിൻ്റെ പീസസ് ഇങ്ങനെ സോട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ അത് കുക്കായിട്ടും എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സമയം എടുക്കും. ഇത് കുക്കായിട്ടും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് കവർ ചെയ്തും കൂടെ വെക്കുന്നുണ്ട്. കവർ ചെയ്താലും ഇടയ്ക്കിടയ്ക്ക് നമ്മളെടുത്ത് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് അവിടെ ഇവിടേക്ക് ഒരു ബ്രൗൺ സ്പോട്ട്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഷ്രിങ്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം അതേ പാനിലോട്ട് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യുക. പക്ഷേ ഇത് ബ്രൗൺ കളറൊന്നും ആയി പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഇടത്തരം സവോള ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ്. സവോള ചേർത്തതിന് ശേഷം നല്ല ക്രഞ്ചി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിലിട്ട് സോട്ട് ചെയ്താൽ മതി. ഇല്ല കുറച്ച് വേവണം എന്നുണ്ടെങ്കിൽ ഒരു 1 മിനിറ്റോളം കുക്ക് ചെയ്യുക. അടുത്തതായിട്ട് ഒരു ഇടത്തരം ക്യാപ്സിക്കം അതേപോലെ തന്നെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതും ജസ്റ്റ് ഒരു 30 സെക്കൻഡോളം ഹൈ ഫ്ലെയിമിലൊന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ക്രഞ്ചി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ. സാധാരണ ചില്ലി ഗോബിയിൽ ഈ വെജിറ്റബിൾസ് എല്ലാം ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കാറ്. പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി സോട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. ഈ 3 ടേബിൾ സ്പൂൺ ചേർത്താൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സോസിൻ്റെ ടേസ്റ്റ് വരും. അത്രയ്ക്ക് സ്ട്രോങ് ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് മിനിമം 4 ടേബിൾ സ്പൂണെങ്കിലും ചേർക്കണം കേട്ടോ. ഇതും ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. സോസൊക്കെ നന്നായിട്ടൊന്ന് ബോയിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വിനെഗറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ലായിരുന്നു. ഈ സോസിലൊക്കെ കുറച്ച് ഉപ്പുണ്ട്, അതുകൊണ്ടാണ്. സോസ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കോളിഫ്ലവറിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ഈ കോളിഫ്ലവറിൻ്റെ അകത്ത് ഈ സോസൊക്കെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടൊരു 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 കപ്പ് വെള്ളമാണ്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം. അധികം ഗ്രേവി ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ചേർത്ത ഈ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം. ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ബോയിലാക്കുക കേട്ടോ.
ആദ്യം ഗ്രേവിക്ക് ഒട്ടും തിക്നെസ് ഇല്ലാത്ത പോലെ തോന്നും, പക്ഷേ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഗ്രേവി തിക്കാവും. ഇപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് സ്റ്റൗവിൽ തന്നെ ഇങ്ങനെ വെക്കുക കേട്ടോ. അത് കഴിയുമ്പോൾ കണ്ടോ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ശരിക്കും ഇതിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ കമൻസിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്